സഹോദരങ്ങളെ, നമ്മുടെ സ്വഭാവം ശുദ്ധീകരിക്കാൻ, നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കാൻ, തെറ്റുകളുടെ കറകളിൽ നിന്ന് ഹൃദയത്തെ മോചിപ്പിക്കാൻ അള്ളാഹുവിനോട് നിരന്തരമായി ദുആ ചെയ്യുക. നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് ദുആ ചെയ്യാറുണ്ടായിരുന്നു. സെയ്ദ് ബിൻ അർഖം റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് സ്വഹീഹ് മുസ്ലിമിൽ വന്നതുപോലെ, അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹാ വസക്കിഹാ അൻത ഖൈറു മൻ സക്കാഹാ അൻത വലിയുഹാ വമൗലാഹാ. അള്ളാഹുവിന്റെ പ്രവാചകൻ ആരാണ്? ഇന്നക ലഅലാ ഖുലുഖിൻ അദീം, താങ്കൾ ഏറ്റവും നല്ല സ്വഭാവത്തിനുടമയാണെന്ന് അള്ളാഹു പറഞ്ഞിരിക്കുന്ന പ്രവാചകൻ അള്ളാഹുവിനോട് എന്ത് ദുആ ചെയ്യാറുണ്ട്? അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹ, അള്ളാഹുവേ എന്റെ ഹൃദയത്തിന്, എന്റെ മനസ്സിന് നീ തഖ്വ നൽകണം, നിന്നെ പേടിക്കാനുള്ള തൗഫീഖ് നൽകണം. വസക്കിഹ, അതിനെ നീ പരിശുദ്ധിപ്പെടുത്തണം. അൻത ഖൈറു മൻ സക്കാഹ, നീയാണ് ഏറ്റവും നല്ല രീതിയിൽ പരിശുദ്ധിപ്പെടുത്തവൻ, നീയാണ് ഏറ്റവും നല്ല രീതിയിൽ ഹൃദയത്തെ ശുദ്ധീകരിക്കാൻ കഴിവുള്ളവൻ. അൻത വലിയുഹ വമൗലാഹ, അള്ളാഹുവേ നീയാണ് അതിന്റെ ഉടമസ്ഥൻ, നീയാണ് അതിന് കഴിവുള്ളവൻ. അതുകൊണ്ട് റബ്ബേ നീ എന്റെ ഹൃദയത്തെ ശുദ്ധീകരിക്കണമെന്ന് ആരാ ദുആ ചെയ്യുന്നത്? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ അങ്ങനെ ദുആ ചെയ്തിട്ടുണ്ടോ? ഇന്നലെ നമ്മൾ ദുആ ചെയ്തിട്ടുണ്ടോ? അള്ളാഹുവിന്റെ പ്രവാചകൻ ഏറ്റവും നല്ല സ്വഭാവത്തിനുടമ, കാഫിരീങ്ങൾ പോലും അംഗീകരിച്ചിരുന്നു അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഭാവം. കാഫിരീങ്ങൾ പോലും ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ദുആ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര തവണ ഈ ദുആ ചെയ്യണം? അതുകൊണ്ട് എന്റെ സഹോദരങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്, ഈ ദുആ നമ്മൾ പഠിക്കണം, ഈ ദുആ നമ്മൾ പഠിക്കണം, ജീവിതത്തിൽ പതിവാക്കണം. അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹാ വസക്കിഹാ അൻത ഖൈറു മൻ സക്കാഹാ അൻത വലിയുഹാ വമൗലാഹാ എന്ന ദുആ നമ്മൾ ജീവിതത്തിൽ അധികരിപ്പിക്കണം. സ്വഹീഹ് മുസ്ലിമിൽ സ്ഥിരപ്പെട്ടിരിക്കുന്ന ദുആയാണ്. അങ്ങനെ നമ്മൾ അള്ളാഹുവിലേക്ക് സത്യസന്ധമായി ദുആ ചെയ്താൽ യാതൊരു കാരണവശാലും അള്ളാഹു ദുആ തള്ളിക്കളയുകയില്ല. മൂന്നാലൊരു രീതിയിൽ നിശ്ചയമായും നമുക്ക് ഉത്തരം ലഭിക്കും. പക്ഷേ ദുആ സത്യസന്ധമായിരിക്കണം, അതിൽ തടസ്സങ്ങൾ ഉണ്ടാവാൻ പാടില്ല. ദുആ സത്യസന്ധമാവാനുള്ള നിബന്ധനകൾ എന്താണ്? നമ്മുടെ വിഷയം അതല്ല, ചെറിയ രീതിയിൽ ഒന്ന് സൂചിപ്പിക്കാം. ഒന്നാമത്തെ കാര്യം, ദുആ ചെയ്യുന്നത് അള്ളാഹുവിനോട് മാത്രമാവണം. രണ്ടാമത്തെ കാര്യം, ദുആയിൽ ധൃതി കാണിക്കാൻ പാടില്ല. ചില ആൾക്കാർ ദുആ ചെയ്യും ഒഴിവാക്കും, 2 പ്രാവശ്യം ദുആ ചെയ്യും ഒഴിവാക്കും. ചോദിച്ചാൽ പറയും, ഞാൻ 2 തവണ ചെയ്തിട്ട് ഒരു കാര്യമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുസ്തജാബു ലി അഹദികും മാ ലം യസ്തഅജിൽ, ധൃതി കാണിക്കാത്ത കാലത്തോളം അള്ളാഹു പെട്ടെന്ന് ഉത്തരം നൽകും. അതുകൊണ്ട് നമ്മൾ ധൃതി കാണിക്കാൻ പാടില്ല. പ്രവാചകനോട് ചോദിക്കപ്പെട്ടു, എങ്ങനെയാണ് ധൃതി കാണിക്കുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ചില ആൾക്കാർ ദുആ ചെയ്യും, എന്നിട്ട് പറയും, ഞാൻ ചോദിച്ചിട്ടൊന്നും അള്ളാഹു തരുന്നില്ല. അങ്ങനെ പറയാത്ത കാലത്തോളം അള്ളാഹു സുബ്ഹാനഹു വ തആല ഉത്തരം നൽകും. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ മൂന്നാലൊരു രീതിയിലായിരിക്കും അള്ളാഹു നമുക്ക് ഉത്തരം നൽകുന്നത്. ഒരു പക്ഷേ നമുക്ക് എന്തെങ്കിലും ഒരു നഷ്ടം വരാനിരിക്കുമ്പോൾ നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്തു, അള്ളാഹുവേ ആ നഷ്ടം എനിക്ക് നീ വരുത്തരുത്, പക്ഷെ ആ നഷ്ടം നമുക്ക് വന്നു. അങ്ങനെയാണെങ്കിൽ സഹോദരങ്ങൾ അറിയുക, അതിനേക്കാളും വലിയ പ്രതിഫലം അവന്റെ അരികിൽ അള്ളാഹു വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ വരാനിരിക്കുന്ന മറ്റൊരു വലിയ നഷ്ടം ഈ ഒരു ദുആ കാരണം അള്ളാഹു നീക്കിയിട്ടുണ്ടാവും. അതുകൊണ്ട് ആ ഒരു ഉറച്ച വിശ്വാസം മനസ്സിലുണ്ടാവണം, ധൃതി കാണിക്കാൻ പാടില്ല. അതുപോലെ തന്നെ പാപങ്ങളായിരിക്കരുത് നമ്മൾ ദുആ ചെയ്യുന്നത്. ഏതെങ്കിലും ഒരു തെറ്റായിരിക്കരുത് ദുആ ചെയ്യുക. അല്ലാഹുവേ അവർ രണ്ടുപേരും തമ്മിൽ നീ ഭിന്നിപ്പിക്കണേ, ഇങ്ങനെ തെറ്റുകൾ അടങ്ങിയ ദുആ നമ്മൾ ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ ദുആ ചെയ്യുമ്പോൾ ഹുസ്നുൽ ളന്നി ബില്ലാഹ്, അല്ലാഹുവിനെ പറ്റി നല്ല ചിന്ത മാത്രമേ ഉണ്ടാവൂ. അല്ലാഹുവിനെ സംബന്ധിച്ച് ഏറ്റവും നല്ല ചിന്തയായിരിക്കണം നമുക്ക്. അള്ളാഹു പറഞ്ഞു, അന ഇൻദ ളന്നി അബ്ദി ബി, എന്നെ സംബന്ധിച്ച് എന്റെ അടിമ എങ്ങനെയാണോ ചിന്തിക്കുന്നത് അങ്ങനെയാണ് ഞാൻ. ഇതൊന്നും ചെറിയ നിസാരമായ ഹദീസുകളെ നമ്മൾ തള്ളിക്കളയരുത്. നമ്മൾ അള്ളാഹുവിനെ സംബന്ധിച്ച് എങ്ങനെയാണോ കരുതുന്നത് അങ്ങനെയാണ് ഞാൻ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അതുകൊണ്ടാണ് ഉലമാക്കൾ പറയുന്നത്, മരണമാസന്നമായ വ്യക്തിയുടെ അരികിലേക്ക് നമ്മൾ പോയാൽ അദ്ദേഹത്തിന് അള്ളാഹുവിനെ സംബന്ധിച്ച് നല്ല ചിന്താഗതികൾ ഉണ്ടാക്കി കൊടുക്കണം. കാരണം നല്ല ചിന്താഗതിയിൽ മരിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ കൈവിടുകയില്ല. അതുപോലെ തന്നെ ദുആയിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, മനസ്സറിഞ്ഞുകൊണ്ടായിരിക്കണം ദുആ. ചില ആൾക്കാർ എങ്ങനെ ദുആ ചെയ്യുക, ഇങ്ങനെ കൈ ഉയർത്തും, അവരെന്തെങ്കിലും പറയുന്നുണ്ടാകും, മനസ്സെവിടെയോ. അങ്ങനെ ദുആ ചെയ്തിട്ട് കാര്യമില്ല. മറിച്ച് മനസ്സറിഞ്ഞ് ഹൃദയ സാന്നിധ്യത്തോടുകൂടി ദുആ ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കുക. അവസാനം ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ദുആഇന്റെ നിബന്ധനകൾ ഉലമാക്കൾ പറയുന്നത്, ഹലാലായ ഭക്ഷണം കഴിക്കണം, ഹലാലായ വസ്ത്രം ഉണ്ടാവണം, ഹലാലായ പാനീയം ഉണ്ടാവണം. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പാലിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ദുആക്ക് പെട്ടെന്ന് ഉത്തരം നൽകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹറാമ് ഭക്ഷിക്കുന്നവൻ, ഹറാം ഉടുക്കുന്നവൻ, ഹറാം കുടിക്കുന്നവൻ, അവൻക്ക് എങ്ങനെ ഉത്തരം ലഭിക്കാനാണ്? ഈ ഹദീസ് വിശദീകരിക്കുമ്പോൾ ഷെയ്ഖ് സാലിഹ് അൽ ഉസൈമി ഹഫിളഹുല്ലാഹയോട് ചോദിക്കാൻ സാധിച്ചു, അവിടെ ഉത്തരം ലഭിക്കുകയില്ല എന്നാണ് ഉദ്ദേശം? ഷെയ്ഖ് പറഞ്ഞു, അല്ല, ഉത്തരം ലഭിക്കാൻ സാധ്യത കുറവാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ പറയപ്പെട്ട നിബന്ധനകൾ പാലിച്ചുകൊണ്ട് ദുആ ചെയ്താൽ തീർച്ച നമ്മുടെ ദുആക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരം നൽകും.